നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു ബാങ്കിൽ നടന്ന റോബറിയെ പറ്റി കേട്ട് കാണും. ഈ ബാങ്കിലൊക്കെ ക്യാമറകളും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മളടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സെക്യൂരിറ്റി സിസ്റ്റംസ് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടെയുള്ള എംപ്ലോയീസിന് അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രോപ്പറായി യൂസ് ചെയ്യാനുള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അവർ അത്ര ഫാസ്റ്റ് ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ് ആക്ച്വലി. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ഇന്ന് AI ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒരാൾ, അല്ലെങ്കിൽ ആ രീതിയിൽ മുഖം മറച്ചുകൊണ്ട് ഒരാൾ ഒരു ബാങ്കിലേക്ക് ATM-ലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അലേർട്ട് ചെയ്യാൻ അവിടെ തന്നെ അനൗൺസ് ചെയ്യുന്ന, നിങ്ങൾ ATM-ൽ കേട്ടിട്ടുണ്ടോ, ഇതുപോലെ തന്നെ ബാങ്കിനകത്തും ചെയ്യാവുന്നതാണ്. അങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാനും അയാൾ വീണ്ടും അത് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ അവിടെ ഒരു സൈറൻ പോലെയുള്ള അലേർട്ട് ജനറേറ്റ് ചെയ്യാനും ആളുകൾ ശ്രദ്ധിക്കാനും. അപ്പോൾ അത് നോർമൽ ഒരാളാണെങ്കിൽ അയാൾ നാച്ചുറലി അത് മാറ്റും. ഇനി അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെക്യൂരിറ്റി ഗാർഡുകളെ അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യാവുന്ന രീതിയിലേക്ക് വരെ അലേർട്ട് ചെയ്യാവുന്ന സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഇനി അഡ്വാൻസ്ഡ് AI സൊല്യൂഷൻസിനകത്ത് വെപ്പൺസ് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വെപ്പൺ ഡിറ്റക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് പെർട്ടിക്കുലർ അലേർട്ട് ജനറേറ്റ് ചെയ്യാവുന്നതും പോസിബിൾ ആണ്.